ചാലക്കുടി പോട്ട ബാങ്ക് കവർച്ച കേസിൽ പ്രതിപിടിയിൽ. ചാലക്കുടി ആശാരിപ്പാറ സ്വദേശി റിജോ ആന്റണിയാണ് പിടിയിലായത്. ഇയാളിൽ നിന്ന് 10 ലക്ഷം രൂപ കണ്ടെടുത്തു. കടബാധ്യത തീർക്കാനാണ് കവർച്ച നടത്തിയതെന്ന് പ്രതി. ദേശീയപാത ചാലക്കുടി പേരാമ്പ്രയിൽ ബൈക്ക് നിയന്ത്രണം വിട്ട് ഡിവൈഡറിൽ ഇടിച്ച് സഹോദരങ്ങളായ 2 യുവാക്കൾ മരിച്ചു. പെരുമ്പാവൂർ പട്ടിമറ്റം സ്വദേശികളാണ് മരിച്ചത്. റോഡ് പുനർനിർമ്മാണത്തിന്റെ ഭാഗമായി തൃശൂർ കുന്നംകുളം പാതയിൽ നാളെ മുതൽ ഗതാഗത നിയന്ത്രണം. പൂങ്കുന്നം മുതൽ പുഴയ്ക്കൽ വരെയും കേച്ചേരി മുതൽ ചൂണ്ടൽ വരെയും വാഹന ഗതാഗതം നിയന്ത്രിക്കും. വിദ്യാർത്ഥി സംഘർഷത്തെ തുടർന്ന് നിർത്തിവെച്ച കാലിക്കറ്റ് സർവകലാശാല ഡി-സോൺ കലോത്സവം പുനരാരംഭിച്ചു. മത്സരം നടത്തുന്നത് കനത്ത പോലീസ് സുരക്ഷയിൽ. എഞ്ചിൻ നിലച്ച് കടലിൽ കുടുങ്ങിയ ബോട്ടിലെ 11 മത്സ്യത്തൊഴിലാളികളെ ഫിഷറീസ് റെസ്ക്യൂ സംഘം രക്ഷപ്പെടുത്തി. അഴീക്കോട് കടലിൽ പടിഞ്ഞാറ് ഉമൽക്കൂറ എന്ന ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത്. വാർത്തകൾ വിശദമായി. ചാലക്കുടി പോട്ട ബാങ്ക് കവർച്ച കേസിൽ പ്രതി പിടിയിലായി. ചാലക്കുടി ആശാരിപ്പാറ സ്വദേശി റിജോ ആന്റണിയാണ് പിടിയിലായത്. പ്രതിയിൽ നിന്ന് 10 ലക്ഷം രൂപ കണ്ടെടുത്തു. തൃശൂർ റൂറൽ പോലീസാണ് പ്രതിയെ പിടികൂടിയത്. വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞായിരുന്നു ബാങ്ക് ജീവനക്കാരെ കത്തിക്കാട്ടി ഭീഷണിപ്പെടുത്തിയ ശേഷം ബന്ദിയാക്കി 15 ലക്ഷം രൂപ കവർന്നത്. കവർച്ചാ സമയത്ത് ഹിന്ദിയിൽ സംസാരിച്ച പ്രതി ബാങ്ക് ജീവനക്കാരെയും പോലീസിനെയും ഒരുപോലെ കുഴപ്പിച്ചിരുന്നു. കൂടാതെ ഹിന്ദി സംസാരിക്കുന്നതിനിടയിൽ മലയാളവും ഇയാൾ സംസാരിച്ചിരുന്നതായി ബാങ്ക് ജീവനക്കാർ പോലീസിന് മൊഴി നൽകിയിരുന്നു. അന്വേഷണ സംഘത്തെ വഴിതെറ്റിക്കുന്നതിനായി ശ്രമിച്ച പ്രതി മലയാളിയാണെന്ന് പോലീസ് തിരിച്ചറിഞ്ഞു. സിസിടിവി ദൃശ്യങ്ങൾ അന്വേഷണത്തിന് നിർണായകമായി മാറി. കടബാധ്യത തീർക്കാനാണ് കവർച്ച നടത്തിയതെന്ന് പ്രതി പോലീസിൽ മൊഴി നൽകി. കൂടുതൽ വിവരങ്ങളുമായി ജയൻ ചേരുന്നു. ജയൻ, പോലീസിനെ വലിയ രീതിയിൽ ആശയക്കുഴപ്പത്തിലാക്കിയ കേസായിരുന്നു. പട്ടാപ്പകൽ കനത്ത സെക്യൂരിറ്റിയുള്ള ഒരു ബാങ്കിൽ നിന്ന് കത്തികാട്ടി ജീവനക്കാരെ ഭീഷണിപ്പെടുത്തി പണം കവർന്നു. വലിയ രീതിയിലുള്ള ഒരു ആശയക്കുഴപ്പം പോലീസിന് നിലനിന്നിരുന്നു. എന്തായാലും ഒടുവിൽ ഇപ്പോൾ പോലീസ് പ്രതിയെ പിടികൂടിയിരിക്കുകയാണ്. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? രമ്യ, അത് വളരെ അപ്രതീക്ഷിതമായിരുന്നു ഈ പ്രതി വലയിലാകുന്നത്. അതായത് ഇന്ന് രാവിലെ മുതലാണ് ഈ പ്രതി മറ്റേ ചാലക്കുടി പ്രദേശത്ത് നിന്നുള്ള ഒരാളാണെന്ന് പോലീസിന് വ്യക്തമായത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നലെയൊക്കെ അന്വേഷണം നടന്നത് മറ്റു കേന്ദ്രങ്ങളിൽ കേന്ദ്രീകരിച്ചായിരുന്നു. പക്ഷേ ഇന്നലെ രാത്രിയോടെ, അതായത് പേരാമ്പ്രയിൽ വെച്ച് പ്രതി സഞ്ചരിച്ച സ്കൂട്ടർ ചെറുകുന്ന് ഭാഗത്തേക്ക് തിരിഞ്ഞതായി പോലീസിന് വ്യക്തമായ സൂചന ലഭിച്ചു. ഇതോടെ പ്രതി ഈ ഏതാണ്ട് പ്രാദേശിക സ്ഥലത്തുള്ള ഒരാളാണെന്ന് പോലീസിന് ഇതോടെ വ്യക്തമായി. തുടർന്ന് എല്ലാം രഹസ്യമാക്കി ആയിരുന്നു അടുത്ത നീക്കം. അങ്ങനെ ഇന്ന് രാവിലെ തന്നെ അന്വേഷണ സംഘത്തിന്റെ പ്രധാന ഉദ്യോഗസ്ഥരടക്കം എല്ലാം ഈ മേഖലയിൽ, പേരാമ്പ്ര മേഖലയിൽ തമ്പടിച്ചു. തുടർന്നായിരുന്നു പോട്ടയിൽ എത്തുന്നത്. പോട്ട ആശാരിപ്പാറ എന്ന സ്ഥലത്ത് തെക്കൻ വീട്ടിൽ റിജേഷ് ആന്റണിയാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. റിജേഷ് ആന്റണി ഇപ്പോ വീട്ടിൽ പോലീസ് എത്തുമ്പോൾ അദ്ദേഹവും ഭാര്യയും എല്ലാം വീട്ടിലുണ്ടായിരുന്നു. 2 മക്കൾ അവരെ തൊട്ടടുത്ത ഒരു സ്ഥലത്ത് ട്യൂഷന് വിടാൻ റിജോ പോയിരുന്നു. അതിനുശേഷം അദ്ദേഹം ഇയാള് വീട്ടിൽ വന്ന് സാധാരണ പോലെ തന്നെ ഇരുന്നു. ഇന്നൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഇവരുടെ വീട്ടിൽ കുടുംബ സമ്മേളനം, ക്രിസ്ത്യൻ സഭയുടെ ഇവരുടെ യൂണിറ്റ് തല കുടുംബ സമ്മേളനവും ഈ വീട്ടിൽ നടന്നിരുന്നു. പക്ഷെ അപ്പോഴൊന്നും ഇയാൾ ഇങ്ങനെയൊരു കൃത്യം ചെയ്തുവെന്ന് ഭാര്യയ്ക്ക് പോലും ഭാര്യ സ്ഥലത്തില്ല, ഭാര്യ വിദേശത്താണ്. മക്കൾക്കോ അല്ലെങ്കിൽ മറ്റു ആളുകൾക്കോ ഈ യോഗത്തിനെത്തിയവർക്ക് ആർക്കും ഇത് വ്യക്തമായിരുന്നില്ല. ഇയാൾ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന 10 ലക്ഷം രൂപ ഇപ്പോൾ പോലീസ് സംഘം കണ്ടെടുത്തിട്ടുണ്ട്. ബാക്കി 5 ലക്ഷം രൂപ എവിടെയെന്ന ചോദ്യം ചെയ്യലിനൊന്നും ഇയാൾ മറുപടി നൽകിയിട്ടില്ല. പ്രതിയെ ഇപ്പോൾ ചാലക്കുടി ഡിവൈഎസ്പി ഓഫീസിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് രമ്യ.
പോലീസിന് വലിയ രീതിയിൽ തലവേദനയുണ്ടാക്കിയ കേസിനാണ് ഒടുവിൽ ആശ്വാസമായിരിക്കുന്നത്. പ്രതി സിജോ ആന്റണിയാണ്. കടബാധ്യത തീർക്കാനായിട്ടാണ് ഇയാൾ പണം കവർന്നത് എന്നാണ് പറയുന്നത്. 10 ലക്ഷം രൂപ പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. കൂടുതൽ ചോദ്യം ചെയ്യലിൽ നിന്ന് മാത്രമാണ് ബാക്കിയുള്ള 5 ലക്ഷം എവിടെ എന്ന് വ്യക്തമാകുകയുള്ളൂ. കുന്നംകുളം റൂട്ടിൽ പൂങ്കുന്നം പുഴയ്ക്കൽ മേഖലയിൽ തിങ്കളാഴ്ച മുതൽ ഗതാഗത നിയന്ത്രണം. പൂങ്കുന്നത്ത് നിന്ന് പുഴയ്ക്കൽ ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ പടിഞ്ഞാറേക്കോട്ട അയ്യന്തോൾ വഴി പുഴയ്ക്കലിൽ പ്രവേശിക്കണം. കുന്നംകുളം ഭാഗത്തു നിന്നുള്ള വാഹനങ്ങൾക്ക് പുഴയ്ക്കലിൽ നിന്ന് പൂങ്കുന്നത്തേക്ക് നേരിട്ട് പ്രവേശിക്കാം. മാസങ്ങളോളം നിർത്തിവെച്ച തൃശൂർ കുന്നംകുളം റോഡിന്റെ പുനർനിർമ്മാണം ഏതാനും ദിവസം മുമ്പാണ് ആരംഭിച്ചത്. ആദ്യഘട്ടത്തിൽ പുഴയ്ക്കൽ മുതുവറ മേഖലയിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ. മുതുവറയിൽ സിമന്റ് കട്ട പാകിയ റോഡ് പൊളിച്ചു തുടങ്ങി. നിലവിൽ മുതുവറയിൽ ഏതാനും ദൂരം ഒരുവരി ഗതാഗതമാണ് അനുവദിച്ചിട്ടുള്ളത്. സ്വരാജ് റൌണ്ട് മുതൽ കല്ലുംപുറം വരെയുള്ള 33 കിലോമീറ്റർ ദൂരമാണ് റീബിൽഡ് കേരളയുടെ ഭാഗമായി നവീകരിക്കുന്നത്. തൃശൂർ കുന്നംകുളം സംസ്ഥാന പാതയിൽ ചൂണ്ടൽ മുതൽ കേച്ചേരി വരെയുള്ള ഭാഗത്ത് തിങ്കളാഴ്ച മുതൽ ഗതാഗത നിയന്ത്രണം. റോഡ് പണി നടക്കുന്നതിനാലാണ് ഗതാഗത നിയന്ത്രണം. തൃശൂർ ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ കേച്ചേരി ആളൂർ റോഡ് വഴി ചൂണ്ടൽ സെന്ററിലെത്തണം. തൃശൂർ ഭാഗത്തേക്കുള്ള വാഹനങ്ങൾക്ക് സാധാരണ നിലയിൽ കടന്നുപോകാവുന്നതാണെന്ന് കുന്നംകുളം പോലീസ് അറിയിച്ചു. വിദ്യാർത്ഥി സംഘർഷത്തെ തുടർന്ന് മാറ്റിവെച്ച കാലിക്കറ്റ് സർവകലാശാല ഡി-സോൺ കലോത്സവം പോലീസ് നിയന്ത്രണത്തിൽ വീണ്ടും ആരംഭിച്ചു. മാള ഹോളി ഗ്രേസ് കോളേജിലാണ് കലോത്സവം. വിദ്യാർത്ഥികളെയും കൂടെ വരുന്നവരെയും ക്യാമ്പസിലേക്ക് പ്രവേശിപ്പിക്കുന്നത് മെറ്റൽ ഡിറ്റക്ടർ സംവിധാനമുള്ള വഴിയിലൂടെയാണ്. അകത്തേക്ക് പ്രവേശിക്കാനും പുറത്തുകടക്കാനും പ്രത്യേക വഴികൾ ഒരുക്കിയിട്ടുണ്ട്. 300ഓളം പോലീസുകാരെയാണ് സുരക്ഷയ്ക്കായി നിയോഗിച്ചിരിക്കുന്നത്. നിരീക്ഷണ ക്യാമറ അടക്കമുള്ള എല്ലാ സംവിധാനങ്ങളും പോലീസ് നിയന്ത്രണത്തിലാണ്. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് കർശന നിയന്ത്രണത്തിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. കോടതി ഉത്തരവിനെ തുടർന്ന് 5 വേദികളിൽ വൈകിട്ട് 5 വരെയാണ് മത്സരങ്ങൾ നടത്തുന്നത്. പോലീസ് നിയന്ത്രണം ഏർപ്പെടുത്തിയത് മൂലം മത്സരങ്ങൾ വീക്ഷിക്കാൻ കാണികളില്ലാത്ത അവസ്ഥയാണ്. മത്സരാർത്ഥികളുടെ കൂടെയുള്ളവർ മാത്രം കലാപ്രകടനം കാണുന്ന നിലയിലേക്ക് ഡി-സോൺ കലോത്സവം മാറി. കാലിക്കറ്റ് ഡി-സോൺ കലോത്സവത്തിൽ KSU പ്രവർത്തകരെ ആക്രമിച്ച കേസിലെ ഒളിവിലുള്ള പ്രതിയായ അഷ്റഫിനെ മാള പോലീസ് രക്ഷപ്പെടാൻ സഹായിച്ചതായി പരാതി. മാസ്ക് ധരിച്ച് ബൈക്കിൽ എത്തിയ പ്രതി ക്യാമ്പസിൽ കടന്നതോടെ സംഘാടകർ തിരിച്ചറിയുകയും മാള SHO സജിൻ ശശിയെ വിവരമറിയിക്കുകയും ചെയ്തു. എന്നാൽ പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നതിന് പകരം രക്ഷപ്പെടാനുള്ള സൌകര്യം ഒരുക്കിക്കൊടുക്കുകയാണ് പോലീസ് ചെയ്തത് എന്നാണ് ആരോപണം. ജില്ലാ റൂറൽ പോലീസ് മേധാവി വന്നുപോയതിനു ശേഷമാണ് സംഭവം നടന്നത്. അഷ്റഫിനോട് ഓടി രക്ഷപ്പെടാൻ പോലീസ് പറയുകയായിരുന്നുവെന്ന് KSU ആരോപിച്ചു. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കലോത്സവം നടത്തിയപ്പോൾ ഉണ്ടായ സംഘർഷത്തിൽ പ്രതിചേർക്കപ്പെട്ട KSU നേതാക്കളായ 6 പേരെ അറസ്റ്റ് ചെയ്തെങ്കിലും SFI-കാരെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറായില്ലെന്ന് ആക്ഷേപം ഉയർന്നിരുന്നു. മുൻ സംഘർഷവുമായി ബന്ധപ്പെട്ട യാതൊരു തരത്തിലുള്ള പ്രതികളും അതിപ്പോൾ SFI-യുടെ ആണെങ്കിലും KSU-ൻ്റെതാണെങ്കിലും ഈ പരിപാടിയെ അലങ്കോലമാക്കുന്ന രീതിയിലേക്ക് ആ പ്രതികൾ ഈ ക്യാമ്പസിനകത്തോ അല്ലെങ്കിൽ കലോത്സവത്തിന്റെ ഭാഗമായിട്ടോ വരാൻ പാടില്ല എന്നുള്ള ശക്തമായ നിർദ്ദേശം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടും നമ്മളിത് KSU-ൻ്റെ ഭാഗത്ത് അനുസരിക്കാൻ തയ്യാറായെങ്കിലും ഇന്ന് 308 പ്രകാരം കേസെടുത്ത SFI നേതാവ് അഷ്റഫ് എന്ന് പറയുന്ന വ്യക്തി ഇന്ന് ഈ ക്യാമ്പസിനകത്ത് സധൈര്യം കാലുകുത്തുകയും പോലീസിന്റെ ഒത്താശയോടുകൂടെ ഈ ക്യാമ്പസിൽ സുഖമായി വിലസുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. ഞങ്ങൾ അത് കാണുകയും പോലീസിന്റെ അടുത്ത് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ അടുത്തും നിരന്തരമായി സൂചിപ്പിക്കുകയും ചെയ്തപ്പോൾ പോലീസിന്റെ പണി നിങ്ങൾ ചെയ്യേണ്ട, ഞങ്ങൾ ചെയ്തോളാം എന്ന് പറഞ്ഞ് ഈ ക്യാമ്പസിൽ നിന്ന് ചെരുപ്പൂരി അവന്റെ വസ്ത്രം ഊരി പറമ്പ് വഴി ഓടാനുള്ള എല്ലാ ഒത്താശ ചെയ്തിരിക്കുകയാണ് കേരള പോലീസ് എന്ന്. ഇതിൽ ശക്തമായ പ്രതിഷേധം KSU-ന്റെ ഭാഗത്തുനിന്ന് രേഖപ്പെടുത്തുകയാണ്. കാലിക്കറ്റ് സർവകലാശാല ഡി-സോൺ കലോത്സവം അലങ്കോലപ്പെടുത്താനുള്ള ശ്രമം SFI തുടരുന്നതായി KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ. കലോത്സവത്തിലെ സംഘർഷത്തിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്ത SFI നേതാവ് കലോത്സവ വേദിയിലെത്തിയത് മനഃപൂർവ്വം സംഘർഷം സൃഷ്ടിക്കാനാണെന്നും KSU ആരോപിച്ചു. അഷ്റഫിനെ പോലീസ് അറസ്റ്റ് ചെയ്യാതെ രക്ഷപ്പെടാൻ അനുവദിക്കുകയായിരുന്നുവെന്ന് KSU കുറ്റപ്പെടുത്തി. എഞ്ചിൻ നിലച്ച് കടലിൽ ഒഴുകി നടന്ന ബോട്ടിലെ 11 മത്സ്യത്തൊഴിലാളികളെ ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് റെസ്ക്യൂ സംഘം രക്ഷപ്പെടുത്തി. മുനിക്കക്കടവ് ഫിഷ് ലാൻഡിംഗ് സെന്ററിൽ നിന്നും വെള്ളിയാഴ്ച പുലർച്ചെ മത്സ്യബന്ധനത്തിന് പോയ ഉമൽക്കൂറ എന്ന ബോട്ടാണ് എഞ്ചിൻ നിലച്ച് കടലിൽ കുടുങ്ങിയത്. കടലിൽ 13 നോട്ടിക്കൽ മൈൽ അകലെ കാര വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് അപകടാവസ്ഥയിലായ ബോട്ടിൽ കൊല്ലം സ്വദേശികളായ 11 തൊഴിലാളികളുണ്ടായിരുന്നു. രാവിലെ 6:30-യോടെയാണ്
അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷനിൽ സഹായ അഭ്യർത്ഥന സന്ദേശം ലഭിച്ചത്. തുടർന്നായിരുന്നു രക്ഷാപ്രവർത്തനം. ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ സി സീമയുടെ നിർദ്ദേശപ്രകാരം മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിംഗ് ഓഫീസർമാരായ വി.എൻ. പ്രശാന്ത് കുമാർ, വി.എം. ഷൈബു, ഇ.ആർ. ഷിനിൽകുമാർ തുടങ്ങിയവർ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. ദേശീയപാതയിൽ ചാലക്കുടി പേരാമ്പ്രയിൽ ബൈക്ക് നിയന്ത്രണം വിട്ട് ഡിവൈഡറിൽ ഇടിച്ച് സഹോദരങ്ങളായ 2 യുവാക്കൾക്ക് ദാരുണാന്ത്യം. പെരുമ്പാവൂർ പട്ടിമറ്റം ഓലിക്കൽ വീട്ടിൽ സുരേഷിന്റെ മക്കളായ 32 വയസ്സുള്ള സുരാജ്, 26 വയസ്സുള്ള സിജീഷ് എന്നിവരാണ് മരിച്ചത്. ഞായറാഴ്ച പുലർച്ചെ 5 മണിക്കായിരുന്നു സംഭവം. പേരാമ്പ്രയിലുള്ള ഹോട്ടലിലേക്ക് പോയതായിരുന്നു ഇരുവരും. നിയന്ത്രണം വിട്ട ബൈക്ക് റോഡരികിലെ മയിൽക്കുറ്റി ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. റോഡിൽ തെറിച്ചു വീണ ഇരുവരെയും ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മുരിങ്ങൂരിൽ ഉള്ള സഹോദരൻ ഗിരീഷിന്റെ വീട്ടിൽ കുടുംബസമേതം എത്തിയതായിരുന്നു ഇരുവരും. ഇവരുടെ കുടുംബസംഗമം ഞായറാഴ്ച നടക്കാനിരിക്കുകയായിരുന്നു. രാവിലെ ചായ കുടിക്കാൻ പേരാമ്പ്രയിലെ ഹോട്ടലിലേക്ക് പോകുമ്പോഴായിരുന്നു അപകടം. സഹോദരങ്ങളുടെ മരണം മുരിങ്ങൂരിലെ കുടുംബസംഗമത്തെ സങ്കടക്കടലിലാക്കി. മുരിങ്ങൂർ മണ്ടിക്കുന്നിൽ ഓലിക്കൽ വീട്ടുകാരുടെ കുടുംബസംഗമത്തിനെത്തിയ യുവാക്കൾക്കായിരുന്നു പേരാമ്പ്രയിൽ ദാരുണാന്ത്യം. ചായ കുടിക്കാൻ പോയ സഹോദരങ്ങളായ സുരാജിനെയും സഹോദരൻ സിജീഷിനെയും പിന്നീട് ബന്ധുക്കൾ കാണുന്നത് ചേതനയറ്റ നിലയിൽ. 2 പേരുടെയും ഭാര്യമാരടക്കം എല്ലാ ബന്ധുക്കളും മുരിങ്ങൂർ മണ്ടിക്കുന്നിൽ നിശ്ചയിച്ചിരുന്ന കുടുംബയോഗത്തിനെത്തിയിരുന്നു. ഇരുവരുടെയും മരണവാർത്തയാണ് പിന്നീട് ഇവരുടെ കാതുകളിലെത്തിയത്. പോലീസ് നടപടികൾക്കു ശേഷം മൃതദേഹങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുപോയി. കുടുംബസംഗമത്തിനെത്തിയ കുടുംബക്കാരെല്ലാം തീരാ ദുഃഖവുമായി ഒപ്പമുണ്ടായിരുന്നു. സുരാജ് ഓടിച്ചിരുന്ന ബൈക്ക് റോഡരികിലെ മയിൽക്കുറ്റിയിൽ തട്ടിയായിരുന്നു ദുരന്തം. പെരുമ്പാവൂർ പട്ടിമറ്റം പ്രദേശത്തുള്ളവരാണ് ഓലിക്കൽ വീട്ടുകാർ. മുരിങ്ങൂരിലുള്ള ഗിരീഷിന്റെ വീട്ടിലാണ് കുടുംബസംഗമം നിശ്ചയിച്ചിരുന്നത്. 3 മാസം മുൻപ് മാത്രം മുരിങ്ങൂരിലെത്തിയ ഗിരീഷിന് പ്രദേശത്ത് പരിചയക്കാരുണ്ടായിരുന്നില്ല. കുടുംബയോഗത്തിന്റെയും ഒരുക്കങ്ങൾ നടത്തിയിരുന്നത് അമ്മാവന്റെ മക്കളായ സുരാജും സിജീഷുമായിരുന്നു. കുടുംബസംഗമത്തിനെത്തിയ സഹോദരങ്ങളുടെ മരണം കുടുംബാംഗങ്ങൾക്കും പ്രദേശവാസികൾക്കും തീരാ ദുഃഖമായി മാറി. TCV ന്യൂസ്, ചാലക്കുടി. അതിരപ്പിള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ് ഗുരുതരാവസ്ഥയിൽ തുടരുന്ന കാട്ടാനയെ വീണ്ടും വരുതിയിലാക്കി പിടികൂടി ചികിത്സ നൽകുന്നതിനായി കുങ്കിയാനയെ എത്തിച്ചു. വയനാട്ടിൽ നിന്നുള്ള വിക്രം എന്ന താപ്പാനയെയാണ് പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ 15-ാം ബ്ലോക്കിലെത്തിച്ചത്. അങ്കണവാടിക്ക് സമീപം പ്രത്യേക സുരക്ഷയിലാണ് കുങ്കിയാനയെ കെട്ടിയിട്ടിരിക്കുന്നത്. മറ്റ് ആനകൾ കടക്കാതിരിക്കാനുള്ള ഫെൻസിംഗ് സംവിധാനം ഇവിടെയുണ്ട്. സുരേന്ദ്രൻ, കുഞ്ചു എന്നീ താപ്പാനകളെ കൂടി തിങ്കളാഴ്ച കൊണ്ടുവരും. കോടനാട് ആനക്കൂട് തയ്യാറാക്കുന്ന മുറയ്ക്ക് പരിക്കേറ്റ ആനയെ പിടികൂടും. പിന്നീട് താപ്പാനകളുടെ സഹായത്തോടെ ആനയെ ചികിത്സാർത്ഥം കോടനാട്ടിലേക്ക് കൊണ്ടുപോകും. വടക്കാഞ്ചേരി അകമലയിൽ നിയന്ത്രണം വിട്ട കാർ മരത്തിലിടിച്ച അപകടം. കാർ യാത്രികനായ ഡോക്ടർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. തിരുവനന്തപുരം സ്വദേശിയായ ഒറ്റപ്പാലം PK ദാസ് ആശുപത്രിയിലെ ഡോക്ടർ അരുൺ അരവിന്ദാണ് അപകടത്തിൽപ്പെട്ടത്. ഗുരുവായൂർ ക്ഷേത്രദർശനം കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ ഞായറാഴ്ച പുലർച്ചെയായിരുന്നു അപകടം. അപകടത്തിൽ കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. കുപ്രസിദ്ധ ഗുണ്ടയെ പുതുക്കാട് പോലീസ് കാപ്പ ചുമത്തി തടങ്കലിലാക്കി. ആനന്ദപുരം എടയാറ്റുമുറി സ്വദേശി ഞാറ്റുവീട്ടിൽ വീട്ടിൽ അപ്പുട്ടി എന്ന അനുരാജിനെയാണ് തടങ്കലിലാക്കിയത്. പുതുക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ചാൾസ് ബെഞ്ചമിൻ എന്നയാളെ കൊലപ്പെടുത്തിയ കേസിൽ ഉൾപ്പെടെ 16ഓളം കേസിലെ പ്രതിയാണ് ഇയാൾ. കൊലപാതക കേസിൽ ജാമ്യത്തിൽ ഇറങ്ങാനിരിക്കെയാണ് കാപ്പ ചുമത്തിയത്. 3 ജീവനെടുത്ത കൊറ്റമ്പത്തൂർ കാട്ടുതീ ദുരന്തത്തിന് 5 ആണ്ട്. ദേശമംഗലം കൊറ്റമ്പത്തൂരിൽ കാട്ടുതീയിൽപ്പെട്ട് മരണപ്പെട്ടവരുടെ ഓർമ്മകൾക്ക് മുന്നിൽ പൂങ്ങോട് ഫോറസ്റ്റ് സ്റ്റേഷനിൽ പ്രണാമം അർപ്പിച്ചു. 5 വർഷങ്ങൾക്ക് മുൻപാണ് കാട്ടുതീ തടയാൻ ശ്രമിക്കുന്നതിനിടയിൽ ചിറ്റണ്ട പൂങ്ങോട് ഫോറസ്റ്റ് സ്റ്റേഷനിലെ 3 വനം വകുപ്പ് വാച്ചർമാർ മരിച്ചത്. വാഴച്ചാൽ താമസക്കാരനും വാച്ചറുമായ KV ദിവാകരൻ, താൽക്കാലിക ഫയർ വാച്ചർ എരുമപ്പെട്ടി കുമരനെല്ലൂർ കുടുംബ എടവണ വളപ്പിൽ വീട്ടിൽ MK വേലായുധൻ, താൽക്കാലിക ഫയർ വാച്ചർ കുമരനെല്ലൂർ കൊടുമമ്പ് വട്ടപ്പറമ്പിൽ വീട്ടിൽ ശങ്കരൻ എന്നിവരുടെ ഛായാചിത്രങ്ങൾക്ക് മുന്നിൽ പുഷ്പാർച്ചന നടത്തി. പൂങ്ങോട് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ മനോജ് ദാമോദരൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. കാട്ടുതീയിൽ അത്ഭുതകരമായി രക്ഷപ്പെട്ട വാച്ചർ അച്ചു അനുഭവങ്ങൾ പങ്കുവച്ചു. ഫോറസ്റ്റ് ജീവനക്കാർ, വാച്ചർമാർ, മരിച്ചവരുടെ കുടുംബാംഗങ്ങൾ എന്നിവർ സന്നിഹിതരായിരുന്നു. രക്തസാക്ഷികളുടെ ഓർമ്മയ്ക്കായി സ്ഥാപിച്ച പൂങ്ങോട് ഫോറസ്റ്റ് സ്റ്റേഷന് സമീപത്തെ ബസ് കാത്തിരിപ്പ് കേന്ദ്രം ടൈൽ വിരിച്ച് നവീകരണം നടത്തി. ഗുരുവായൂർ ദേവസ്വം ആനകളായ പീതാംബരനും ഗോകുലിനും കോഴിക്കോട് ജില്ലയിൽ വിലക്കേർപ്പെടുത്തി. കൊയിലാണ്ടി മണക്കുളങ്ങര ക്ഷേത്രോത്സവത്തിനിടെ ഇടഞ്ഞതിനെ തുടർന്ന് ജില്ലാ മോണിറ്ററിംഗ് കമ്മിറ്റിയാണ് ആനകൾക്ക് സ്ഥിരം വിലക്കേർപ്പെടുത്തിയത്.
ഗുരുവായൂർ കോട്ടപ്പടി കപ്പിയൂർ ചിറക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ പൂരം ആഘോഷിച്ചു. ദേവിയുടെ കോലം സമർപ്പണം, പൂത്താലം വരവ് എന്നിവ നടന്നു. വൈകിട്ട് ദേശപൂരങ്ങൾ ക്ഷേത്ര മൈതാനിയിൽ സംഗമിച്ചു. കോട്ടപ്പടി സന്തോഷ് മാരാർ, ചൊവ്വലൂർ ഗംഗാധരൻ, ചൊവ്വലൂർ സുനിൽ എന്നിവരുടെ നേതൃത്വത്തിൽ പാണ്ടിമേളം നടന്നു. ഗുരുവായൂർ ബ്രഹ്മകുളം റോഡിൽ പൂച്ച വട്ടം ചാടിയതിനെ തുടർന്ന് സ്കൂട്ടറിൽ നിന്ന് വീണ യാത്രക്കാരന് പരിക്കേറ്റു. അടാട്ട് കാഞ്ഞിരപ്പറമ്പിൽ രതീഷിനാണ് പരിക്കേറ്റത്. ഇയാളെ ചൂണ്ടലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃശൂർ കാഞ്ഞാണി റോഡിൽ ഒളരി ESIക്ക് മുൻപിൽ അപകടങ്ങൾ പതിവാകുന്നു. സീബ്ര ലൈൻ മാഞ്ഞുപോയതാണ് തുടർച്ചയായ അപകടങ്ങൾക്ക് കാരണമാകുന്നത്. ESI ആശുപത്രിയിലേക്ക് വരുന്നവർ ബസ്സിറങ്ങി റോഡ് മുറിച്ചു കടക്കേണ്ട സാഹചര്യമുള്ളതിനാൽ സീബ്ര വരകൾ വീണ്ടും വരച്ച് അപകട സാധ്യത ഒഴിവാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. BJP തൃശൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റായി സ്ഥാനമേറ്റ അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ എരുമപ്പെട്ടി, കടങ്ങോട്, വേലൂർ പഞ്ചായത്തുകളിൽ സന്ദർശനം നടത്തി. എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന വികാരി ഫാദർ ജോഷി ആളൂർ, ഡോക്ടർ ശ്രീകൃഷ്ണൻ, പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾ, ഭാരവാഹികൾ, അടിയന്തരാവസ്ഥക്കാലത്ത് ജയിൽവാസം അനുഭവിച്ചവർ ഉൾപ്പെടെയുള്ളവരെ സന്ദർശിച്ചു. BJP സംസ്ഥാന കമ്മിറ്റി അംഗം ഇ ചന്ദ്രൻ, എരുമപ്പെട്ടി മണ്ഡലം പ്രസിഡന്റ് ജിത്തു തയ്യൂർ, സുഭാഷ് ആദൂർ, PK ബാബു തുടങ്ങിയവർ ഒപ്പമുണ്ടായിരുന്നു. നോർത്ത് ജില്ലാ അധ്യക്ഷയായി സ്ഥാനമെടുത്തതിന് ശേഷം എരുമപ്പെട്ടി സംഘടനാ മണ്ഡലത്തിലെ യാത്രയാണ്. നിരവധിയായിട്ടുള്ള പ്രമുഖ പ്രവർത്തകർ, അതുപോലെ തന്നെ സ്ഥലത്തെ പ്രമുഖർ, ഇവരെയെല്ലാം സമ്പർക്കം ചെയ്യുകയും അതിനുശേഷം ബൂത്ത് പ്രസിഡന്റ് ഉപരിയുള്ള കാര്യകർത്താക്കളെ കാണുകയുമാണ് ഇന്നത്തെ സന്ദർശനത്തിന്റെ ഉദ്ദേശം. വരുന്ന ആളുകളിൽ വളരെ ശക്തമായിട്ട് തന്നെയുള്ള പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായിട്ട് ഇവിടെ സ്ഥിരമായിട്ടുള്ള സന്ദർശനവും ഉണ്ടാകുന്നതാണ്. വേലൂർ ഗ്രാമകം നാടകോത്സവത്തിന്റെ പ്രചരണ പരിപാടികൾക്ക് തുടക്കം കുറിച്ച് സമൂഹ ചിത്രരചന നടത്തി. വേലൂർ ഗവൺമെന്റ് രാജാ സർ രാമവർമ്മ ഹയർ സെക്കൻഡറി സ്കൂളിന് മുന്നിൽ നടന്ന ചിത്രരചന പ്രശസ്ത ചിത്രകാരൻ VG അഭിമന്യു ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ P കൃഷ്ണദാസ് അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ, ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ, സംഘാടക സമിതി കൺവീനർ VV സുധീഷ്, ചിത്രകാരന്മാരായ ജ്യോതിരാജ് മായമ്പിള്ളി, KK മോഹനൻ എന്നിവർ സംസാരിച്ചു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ മതിലകം ഏരിയ സമ്മേളനം 3 പീടികയിൽ AKTA സംസ്ഥാന സെക്രട്ടറി MK പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് KI ബാബുരാജ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം അനിത റോയ്, അൻസിയ റഹ്മത്തുള്ള, VM സോമനാഥൻ, KV ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. തയ്യൽ തൊഴിലാളി പെൻഷൻ സർവീസ് പെൻഷനായി നൽകണമെന്നും പെൻഷൻ തുക 5000 രൂപയാക്കി വർദ്ധിപ്പിക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. ശ്രീ വടക്കുംനാഥ ക്ഷേത്രത്തിലെ മഹാശിവരാത്രി മഹോത്സവത്തിന്റെ പത്രിക കൊച്ചിൻ ദേവസ്വം ബോർഡ് അംഗം MB മുരളീധരൻ, ബോർഡ് അംഗം പ്രേംരാജ് ചൂണ്ടലാത്തിന് നൽകി പ്രകാശനം നിർവഹിച്ചു. ദേവസ്വം കമ്മീഷണർ ഉദയകുമാർ, ദേവസ്വം സെക്രട്ടറി P ബിന്ദു, ഡെപ്യൂട്ടി കമ്മീഷണർ K സുനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. തൃശൂർ ചെട്ടിയങ്ങാടി ഹനഫി സുന്നത്ത് ജമാഅത്ത് മസ്ജിദിൽ റംസാൻ മുന്നൊരുക്കത്തിന്റെ ഭാഗമായി പ്രഭാഷണം നടന്നു. പണ്ഡിതനും വാഗ്മിയുമായ മൗലവി PH അലിയാർ ഖാസിമി പ്രഭാഷണം നടത്തി. മസ്ജിദ് പ്രസിഡന്റ് M ഹയാദ് ഖാൻ, ജനറൽ സെക്രട്ടറി A അബ്ദുൾ ബാസിദ്, മുത്തവല്ലി PC സിയാദ, MG അബ്ദുൾ റസാഖ് തുടങ്ങിയവർ പങ്കെടുത്തു. രോഗബാധിതരായ 4 പേർക്ക് സാന്ത്വനമേകാനായി അരിമ്പൂർ മേഖല DYFI യൂത്ത് ബ്രിഗേഡ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ബിരിയാണി ചലഞ്ച് നടത്തി. സമാഹരിച്ച പണത്തിൽ നിന്ന് ലാഭവിഹിതമായി പ്രതീക്ഷിക്കുന്ന 2 ലക്ഷത്തോളം രൂപ രോഗികളായ പ്രദേശവാസികൾക്ക് ചികിത്സാ ആവശ്യങ്ങൾക്കായി നൽകും. ബ്രെയിൻ ട്യൂമർ ബാധിച്ച 2 പേർ, ബൈപ്പാസ് സർജറി വേണ്ട ഒരാൾ, കിഡ്നി രോഗം ബാധിച്ച മറ്റൊരാൾ എന്നിവർക്ക് വേണ്ടിയാണ് ബിരിയാണി ചലഞ്ച് നടത്തിയത്. KS വിഷ്ണുപ്രസാദ്, വരുൺ, ബിബിൻ, PS മിഥുൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഗുരുവായൂർ YMCAയുടെ ആസ്ഥാന മന്ദിരം ദേശീയ പ്രസിഡന്റ് വിൻസെന്റ് ജോർജ് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ബാബു M വർഗീസ് അധ്യക്ഷത വഹിച്ചു. റിട്ടയേർഡ് ചീഫ് ജസ്റ്റിസ് J ബെഞ്ചമിൻ കോശി, NK അക്ബർ MLA, YMCA റീജിയണൽ ചെയർമാൻ അലക്സ് തോമസ്, ജോസ് നെറ്റിക്കാടൻ തുടങ്ങിയവർ സംസാരിച്ചു.
അപകടങ്ങളിൽ ജീവൻ രക്ഷാ പ്രവർത്തനം നടത്തുന്ന എരുമപ്പെട്ടി ആക്ട്സിന് മണ്ടംപറമ്പ് യുവദർശി ജീവകാരുണ്യ സംഘടന ധനസഹായം നൽകി. തുടർച്ചയായി 4ാമത്തെ തവണയാണ് 12,000 രൂപ സഹായമായി നൽകുന്നത്. യുവദർശി പ്രസിഡന്റ് NK വിജീഷിൽ നിന്ന് ആക്ട്സ് പ്രസിഡന്റ് K നാരായണൻ, സെക്രട്ടറി PP പത്മദാസ് എന്നിവർ തുക ഏറ്റുവാങ്ങി. യുവദർശി ഭാരവാഹികളായ MK ഫ്രാൻസിസ്, TC ഔസേബ്, MV ജാക്സൺ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. അരിമ്പൂർ വാരിയം കോൾപ്പാട് ശേഖരസമിതിയുടെ നേതൃത്വത്തിൽ ഞായറാഴ്ച നടന്ന വിളവെടുപ്പ് കാരുണ്യത്തിന്റെ വിളവെടുപ്പായി മാറി. കോൾപ്പടവിൽ ഏറ്റവും കൂടുതൽ സ്ഥലത്ത് കൃഷി ചെയ്യുന്ന കർഷകൻ കൂടിയായ CP സാലിഹിന്റെ ഉടമസ്ഥതയിലുള്ള 10 ഏക്കറോളം കോൾപ്പാടശേഖരത്തിലെ വിളവെടുത്ത നെല്ല് അരിയാക്കി തൃശൂർ മെഡിക്കൽ കോളേജിൽ ഉൾപ്പെടെ വിവിധ ആശുപത്രികളിലെ ക്യാൻസർ, TB വാർഡുകളിലെ രോഗികൾക്ക് നൽകും. മനക്കൊടി അയ്യപ്പസ്വാമി ക്ഷേത്ര പരിസരത്ത് നടന്ന കൊയ്ത്തുത്സവം റവന്യൂ മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്തു. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ അധ്യക്ഷനായി. മുൻ മന്ത്രി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ, അരിമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയകുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗം VN സുർജിത്ത്, അരിമ്പൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CG സജീഷ്, വാർഡംഗം K രാഗേഷ്, PP സാലിഹ് തുടങ്ങിയവർ സന്നിഹിതരായി. ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനോടുള്ള കേന്ദ്ര അവഗണന അവസാനിപ്പിക്കണമെന്നും തിരുനാവായ പാത യാഥാർത്ഥ്യമാക്കണമെന്നും കേരള NGO യൂണിയൻ ചാവക്കാട് ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു. ചാവക്കാട് നടന്ന സമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗം PC ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് TP ഷദീദ് അധ്യക്ഷത വഹിച്ചു. EC ശ്രീജിത്ത്, ES ശ്രീകാന്ത്, അമീർ അലി NK തുടങ്ങിയവർ സംസാരിച്ചു. കൊടകര, പുത്തൂക്കാവ്, താലപ്പൊലി, ഫൊറോന പള്ളി തിരുനാൾ എന്നീ ആഘോഷങ്ങളോടനുബന്ധിച്ച് കൊടകര പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച ഫോട്ടോഗ്രാഫി മത്സരത്തിലെ വിജയികൾക്കുള്ള പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് K പ്രസാദ് അധ്യക്ഷത വഹിച്ചു. KK രാമചന്ദ്രൻ MLA സമ്മാനദാനം നിർവഹിച്ചു. പഞ്ചായത്ത് അംഗം പ്രനില ഗിരീശൻ, പുത്തൂക്കാവ് ദേവസ്വം പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ എടാട്ട്, കൊടകര സെന്റ് ജോസഫ് ഇടവക ട്രസ്റ്റി വർഗീസ് കോമ്പാറ, പ്രസ് ക്ലബ്ബ് സെക്രട്ടറി TG അജോ എന്നിവർ സംസാരിച്ചു. ഓളം പേർക്ക് സൌജന്യ തിമിര ശസ്ത്രക്രിയ നടത്തി നൽകി മനക്കുളങ്ങര ലയൺസ് ക്ലബ്ബ്. 15 വർഷം മുമ്പ് തുടങ്ങിവെച്ച പ്രതിമാസ നേത്ര പരിശോധനയും സൌജന്യ തിമിര നിർണയ ക്യാമ്പും മുടക്കം വരുത്താതെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഈ സംഘടന. ഇതിനോടകം സംഘടിപ്പിച്ച 160 സൌജന്യ ക്യാമ്പുകളിലൂടെ 13,000-ഓളം പേരെ നേത്ര പരിശോധനയ്ക്ക് വിധേയരാക്കാനും 5,200-ഓളം പേർക്ക് തിമിര ശസ്ത്രക്രിയ നടത്തിക്കൊടുക്കാനും ക്ലബ്ബിന് കഴിഞ്ഞിട്ടുണ്ടെന്ന് പ്രസിഡന്റ് P രാധാകൃഷ്ണൻ പറഞ്ഞു. കേരളത്തിൻ്റെ ചരിത്രത്തിൽ കഴിഞ്ഞ 15 വർഷമായിട്ട് എല്ലാ മാസവും നേത്ര ക്യാമ്പ് നടത്തുന്ന സംഘടനകളോ അല്ലെങ്കിൽ സാമൂഹിക സംഘടനകളൊന്നും ഉള്ളതായിട്ട് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. 2010 മുതൽ ഈ 2025 വരെ ഏകദേശം 13,000-ന് മുകളിലുള്ള രോഗികളെ ഞങ്ങൾക്ക് ഈ പരിശോധനയ്ക്ക് വിധേയമാക്കാൻ സാധിച്ചിട്ടുണ്ട്. പെരിങ്ങോട്ടുകരയിൽ വാഹനാപകടത്തിൽ പരിക്കേറ്റ ആൾക്ക് CPR നൽകിയ എവിൻ ആൻഡോയെ വാർഡംഗം ആൻഡോ തൊറയന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. പെരിങ്ങോട്ടുകര നാലുംകൂടിയ സെന്ററിൽ ശനിയാഴ്ച രാവിലെ ഉണ്ടായ അപകടത്തിൽ പരിക്കേറ്റ സ്കൂട്ടർ യാത്രക്കാരന്റെ ജീവൻ രക്ഷിക്കാനാണ് എവിൻ സംയോജിതമായി ഇടപെട്ടത്. ഹാപ്പി കേരളം ഇടം പദ്ധതിക്ക് പോർക്കുളം പഞ്ചായത്തിൽ തുടക്കമായി. പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് K രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ശ്രീജ മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ജിഷ ശശി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിന്ധു ബാലൻ തുടങ്ങിയവർ സംസാരിച്ചു. പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തിയ പുതിയ മാത്തൂർ കോഴിയാർക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ ചുറ്റമ്പലം നാലമ്പലം സമർപ്പണം നടന്നു. ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് കാർമ്മികത്വം വഹിച്ചു. സ്വാമി സംപൂജ്യ നിഗമാനന്ദ തീർത്ഥ സമർപ്പണം നിർവഹിച്ചു. ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് മുരളീധരൻ നായർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി കണ്ണൻ, ശങ്കരനാരായണൻ നമ്പൂതിരി, മുൻ മേൽശാന്തി ഏർക്കര നാരായണൻ നമ്പൂതിരി, വിജയലക്ഷ്മി എന്നിവർ സംസാരിച്ചു. വടക്കാഞ്ചേരിയിലെ മാധ്യമപ്രവർത്തകരുടെ കൂട്ടായ്മയായ വടക്കാഞ്ചേരി പ്രസ് ക്ലബ്ബിന് ഉത്രാളിക്കാവ് പൂരത്തിന്റെ ഭാഗമായി കുമരനെല്ലൂർ ദേശം ടെലിവിഷൻ ഉപഹാരമായി നൽകി. കുമരനെല്ലൂർ ദേശം പ്രസിഡന്റ് AK സതീഷ് കുമാർ, സെക്രട്ടറി PA വിപിൻ എന്നിവരിൽ നിന്നും പ്രസ് ക്ലബ്ബ് സെക്രട്ടറി ജോണി ചിറ്റിലപ്പിള്ളി, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ V മുരളി, ശശികുമാർ കോടക്കടത്ത് എന്നിവർ ഏറ്റുവാങ്ങി.
കൈപ്രമ്പ് പോന്നൂരിൽ സ്കൂട്ടർ നിയന്ത്രണം വിട്ട് വൈദ്യുതി പോസ്റ്റിലിടിച്ച യുവാവ് മരിച്ചു. പാലയൂർ സ്വദേശി എടക്കളത്തൂർ വീട്ടിൽ ജോസഫിന്റെ മകൻ 30 വയസ്സുള്ള ഓൾവിനാണ് മരിച്ചത്. കൂടെയുണ്ടായിരുന്ന സുഹൃത്ത് പോന്നൂർ സ്വദേശി ജയറോമിനെ പരിക്കേറ്റു. ഇയാളെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. ബോംബെയിൽ ജോലി ചെയ്യുന്ന ഓൾവിൻ ദിവസങ്ങൾക്ക് മുമ്പാണ് വിവാഹാലോചനയുമായി ബന്ധപ്പെട്ട് നാട്ടിലെത്തിയത്. ചിയ്യാരം ആലുവെട്ട് വഴിയിൽ റോഡരികിൽ നിർത്തിയിട്ടിരുന്ന ഉപയോഗശൂന്യമായ ബസ് കത്തിനശിച്ചു. റോഡരികിലെ മാലിന്യങ്ങൾക്ക് തീപിടിച്ചാണ് ബസ്സിലേക്ക് തീ പടർന്നത്. ബസ് പൂർണ്ണമായും കത്തിനശിച്ചു. ബസ്സിൽ നിന്ന് സമീപത്തെ ആക്രിക്കടയ്ക്കും തീപിടിച്ചു. 2 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത്. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7890 രൂപ, പവന് 63,120 രൂപ. വെള്ളി ഗ്രാമിന് 107 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3480 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. ചാലക്കുടി പോട്ട ബാങ്ക് കവർച്ച കേസിൽ പ്രതി പിടിയിൽ. ചാലക്കുടി ആശാരിപ്പാറ സ്വദേശി റിജോ ആന്റണിയാണ് പിടിയിലായത്. ഇയാളിൽ നിന്ന് 10 ലക്ഷം രൂപ കണ്ടെടുത്തു. കടബാധ്യത തീർക്കാനാണ് കവർച്ച നടത്തിയതെന്ന് പ്രതി. ദേശീയപാത ചാലക്കുടി പേരാമ്പ്രയിൽ ബൈക്ക് നിയന്ത്രണം വിട്ട് ഡിവൈഡറിൽ ഇടിച്ച് സഹോദരങ്ങളായ 2 യുവാക്കൾ മരിച്ചു. പെരുമ്പാവൂർ പട്ടിമറ്റം സ്വദേശികളാണ് മരിച്ചത്. റോഡ് പുനർനിർമ്മാണത്തിന്റെ ഭാഗമായി തൃശൂർ കുന്നംകുളം പാതയിൽ നാളെ മുതൽ ഗതാഗത നിയന്ത്രണം. പൂങ്കുന്നം മുതൽ പുഴയ്ക്കൽ വരെയും കേച്ചേരി മുതൽ ചൂണ്ടൽ വരെയും വാഹനഗതാഗതം നിയന്ത്രിക്കും. വിദ്യാർത്ഥി സംഘർഷത്തെ തുടർന്ന് നിർത്തിവെച്ച കാലിക്കറ്റ് സർവകലാശാല ഡിസോൺ കലോത്സവം പുനരാരംഭിച്ചു. മത്സരം നടത്തുന്നത് കനത്ത പോലീസ് സുരക്ഷയിൽ. എഞ്ചിൻ നിലച്ച് കടലിൽ കുടുങ്ങിയ ബോട്ടിലെ 11 മത്സ്യത്തൊഴിലാളികളെ ഫിഷറീസ് റെസ്ക്യൂ സംഘം രക്ഷപ്പെടുത്തി. അഴീക്കോട് കടലിൽ പടിഞ്ഞാറ് ഉമൽക്കുറ എന്ന ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.